തുറക്കുന്നതിനെ കാണിക്കുന്നത് നമ്മുടെ ഇച്ചിക്കോന്റെ സിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ കരിനാണെങ്കിൽ ഒരുപാടധികം വിഷമത്തോടെ നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇച്ചിക്കോ ഒരു സോൾ റിപ്പർ ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ കരിൻ മനസ്സിലാക്കിയാണ്. സോ ഇച്ചിക്കോ രാത്രിയും അതുപോലെ തന്നെ പകലും ഇച്ചിക്കോ മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിക്കോ ഇപ്പോൾ ഒരുപാടധികം ഡേഞ്ചറിലാണ്. ഇച്ചിക്കോ ഉടനെ തന്നെ മരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. അന്നേരം തന്നെ ഒരു ബോൾ എടുത്തിട്ട് അവൾ തട്ടുകയാണ്. സോ അത് നടന്നു പോകുന്ന വഴിയിൽ കൂടെ റോഡിലേക്ക് പോവുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് അവൾക്ക് ഒരുപാടധികം വിഷമം വരുന്നു. എന്നാൽ താഴേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ടൈങ്ക് പറയാൻ പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോയും ഇല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ നമ്മുടെ കരിൻ അവിടെ നിൽപ്പുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മുടെ കരിനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തന്റെ ഗ്യാങ്ങിനെയും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരികയാണ്. എന്നാൽ ഗ്രൗണ്ടിൽ ഇപ്പം സീനിയേഴ്സ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് നീ ഇപ്പൊ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരിനാണെങ്കിൽ സീനിയേഴ്സിനോട് കയറി ചൂടാകുകയാണ്. കേട്ട സീനിയേഴ്സ് ആണെങ്കിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ കൂട്ടാക്കുന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഫുട്ബോൾ മാച്ചിൽ ജയിക്ക്, എന്നാൽ ഞങ്ങൾ ഈ ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് തരാം. സോ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കരിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നു. എന്നാൽ നമ്മുടെ കരിനാണെങ്കിൽ അവരുടെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ മാച്ച് നാളത്തേന് മാറ്റി വെക്കുകയാണ്. സോ നമ്മുടെ കരിന്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും വളരെയധികം നല്ല രീതിയിൽ തന്നെ പേടിച്ച് നിൽക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ അങ്ങനെ അവരെല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ കരിനാണെങ്കിൽ നമ്മുടെ തോശ്രോനെ കാണുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ കരിന് ഒരുപാടധികം സന്തോഷം വരികയാണ്. എന്നിട്ട് നമ്മുടെ തോശ്രോന്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ കരിൻ താങ്ക് യു എന്ന് പറയുകയാണ്. നമ്മുടെ കരിനാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോനെയും കൂടെ അവരുടെ ഫുട്ബോൾ ടീമിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. സോ അതിന് നമ്മുടെ തോശ്രോ സമ്മതിക്കുന്നുമുണ്ട്. തന്നെയായിരുന്നു തന്റെ ഫോണിൽ നിന്ന് ഒരു ഹോളോന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ അവിടേക്ക് നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോ ഓടി പോവുകയാണ്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോയുടെ പുറകിൽ തന്നെ നമ്മുടെ എനിക്ക് എപ്പോഴും തെറ്റുക യൂസു അല്ല കരിനും നമ്മുടെ തോശ്രോന്റെ പുറകെ ഓടി പോകുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സ് ആകിയാണ്. നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോ ആ ഹോളോനെയും ഇല്ലാതാക്കുന്നു. യൂസുവിനെ കാണുന്ന സമയത്ത് നമ്മുടെ തോശ്രോന്റെ തന്റെ സിസ്റ്റർ ആയിട്ടുള്ള മോമോനെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കരിനും അതുപോലെ തന്നെ കരിന്റെ കൂട്ടുകാർ വരുന്ന ഫുട്ബോൾ കളിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ തോശ്രോ ആണെങ്കിൽ ഒരു റൂഫ് ടോപ്പിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ റാങ്കിക്ക് വരികയാണ്. നമ്മുടെ റാങ്കിക്ക് ആണെങ്കിൽ ക്യാപ്റ്റൻ തോശ്രോനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തുവാ കൊച്ചുകുട്ടി കരിന്റെ പുറകെയാണോ ഇപ്പൊ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് അവര് മറ്റേ ഇന്നലെ പ്ലാൻ ചെയ്തില്ല ആ ഫുട്ബോൾ മാച്ച് സ്റ്റാർട്ട് ആകാൻ വേണ്ടി റെഡി ആകുകയാണ്. നമ്മുടെ കരിന്റെ കൂട്ടുകാരാണെങ്കിൽ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ തോശ്രവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഉറപ്പായിട്ടും ഈ ഫുട്ബോൾ മാച്ചിൽ തോക്കുമെന്ന് ഇവർക്ക് അറിയാം. അങ്ങനെ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ കരിനാണെങ്കിൽ ബോൾ കൊണ്ട് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സീനിയേഴ്സിന്റെ ഒക്കെ സ്ട്രെങ്ത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കരിനെ കാല് തട്ടി അടിച്ച് തറയിലിടുകയാണ്. സോ നമ്മുടെ കരിന്റെ കാലുകളിൽ ഒരുപാടധികം വലിയ മുറിവുകളും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ കരിന് നല്ലതുപോലെ പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു അങ്ങോട്ട് നമ്മുടെ തോശ്രോ എൻട്രി ആകുന്നത്. തോശ്രോ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കരിന് ഒരുപാടധികം സന്തോഷം വരികയാണ്. എന്നാൽ തോശ്രോ കരിന്റെ കാലിലോട്ട് നോക്കുമ്പോൾ ഒരു വലിയ മുറിവ്. സോ അത് കാണുന്ന സമയത്ത് നമ്മുടെ തോശ്രോയ്ക്ക് ഒരുപാടധികം ടെൻഷൻ ആകും. കളി വീണ്ടും സ്റ്റാർട്ട് ആകുകയാണ്. സീനിയേഴ്സ് വലിയ ഷോ ഒക്കെ ഇറക്കി വീണ്ടും ഗോൾ അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ തോശ്രോ ആണെങ്കിൽ വളരെയധികം ഈസിയായിട്ട് തന്നെ വളരെയധികം വേഗത്തിൽ തന്നെ ഗോൾസ് ഒക്കെ അടിച്ച് നമ്മുടെ കരിന്റെ ടീം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. കണ്ടിട്ട് നമ്മുടെ സീനിയേഴ്സിന് പോലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം കൊച്ചു കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ സീനിയേഴ്സ് തോറ്റുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ അവസാനത്തെ ഗോളും അടിച്ചിട്ട് നമ്മുടെ കരിന്റെ ടീം അവിടെ വെച്ച് വിജയിക്കുകയാണ്. സോ അങ്ങനെ അവർ വിജയം ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ കരിൻ തോശ്രോയോട് വന്ന് താങ്ക്സ് പറയുന്നു. പെട്ടെന്ന് തന്നെയായിരുന്നു സ്കൈയിൽ നിന്ന് ഒരുപാടധികം ക്രാക്സ് വരുന്നത്. നോക്കുന്ന സമയത്ത് സ്കൈയിലെ ക്രാക്കിൽ നിന്ന് ഒരു വലിയ അലങ്കാർ അതിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ കരിൻ ഒരുപാടധികം പേടിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ തോശ്രോ ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്നു. ഫുട്ബോൾ യൂസ് ചെയ്തിട്ട് അതുമായിട്ട് നമ്മുടെ കരിൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ അലങ്കാർ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഒന്നും പറ്റും. കരിനെ ആ അലങ്കാർ ആക്രമിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ തോശ്രോ വന്നിട്ട് മാസ്സായിട്ട് നമ്മുടെ കരിനെ രക്ഷപ്പെടുത്തുകയാണ്. ഒരു സോൾ റിപ്പർ ആയിരുന്നു. അതുമാത്രമല്ല ഇവനും ഒരുപാടധികം പവർഫുൾ ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ കരിന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കരിൻ എങ്ങനെയാണ് ഇവന് സോൾ റിപ്പർ ആണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിഗോ ഇടുന്ന സെയിം ഡ്രസ്സ് തന്നെയാണ് ഇവന് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനെയാണ് ഇവൻ മനസ്സിലാക്കുന്നത്. തന്നെ ഇച്ചിഗോനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ അറിയാവുന്ന നമ്മുടെ കരിന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ആ ഹോളോയും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തോശ്രോ ഒരുപാടധികം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ ഹോളോനെ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മുടെ തോശ്രോ ഡിഫീറ്റ് ചെയ്യുകയാണ്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കരിനാണെങ്കിൽ നമ്മുടെ തോശ്രോനോട് താങ്ക്സ് പറയുകയാണ്. സോ നമ്മുടെ കരിനെ നമ്മുടെ തോശ്രോ എഴുന്നേൽപ്പിക്കുന്നുമുണ്ട് അവിടെ നിന്ന്. തോശ്രോനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം തന്നെ ഒരു ഹ്യൂമന് കാണാമല്ലോ ഒന്ന്. സോ ഇത് മനസ്സിലാക്കിയ നമ്മുടെ കരിനാണെങ്കിൽ തോശ്രോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ
ഇച്ചിഗോൻ്റെ സിസ്റ്ററാണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ തോഷിറോന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇച്ചിഗോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മുടെ തോഷിറോനോട് കാര്യം ചോദിക്കുന്ന സമയത്ത് അവന് കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ സേഫ് ആണെന്ന് അവളോട് പറയുന്നു. സോ ഇത് കേൾക്കുന്ന സമയത്താണ് അവൾക്ക് കുറച്ച് ആശ്വാസം വരുന്നത്. തന്നെയായിരുന്നു അങ്ങോട്ട് നമ്മുടെ റാങ്കിക്കും കടന്നു വരുന്നത്. സോ നമ്മുടെ റാങ്കിക്കോ നമ്മുടെ തോഷിറോനോട് ഇവൾ ആരാണെന്ന് ചോദിക്കുന്നു. സോ ഇത് ഇച്ചിഗോൻ്റെ സിസ്റ്റർ ആണെന്ന് നമ്മുടെ റാങ്കിക്കും അറിയുന്ന സമയത്തും നമ്മുടെ റാങ്കിക്കും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അവർ തോഷിറാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ ലെവലായിട്ടുള്ള ഒരു സോൾഡർ ആണെന്നുള്ള ഒരു കാര്യം നമ്മുടെ കരിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൊച്ചു പിള്ളേരെയൊക്കെ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ കരിനാണെങ്കിൽ തോഷിറോയുടെ തലയിൽ തൊട്ടിട്ട് ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കാണുന്ന നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ തോഷിറോനെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ തോഷിറോനും ഒരുപാടധികം ദേഷ്യം വരുന്നുണ്ട്. സോ നമ്മുടെ തോഷിറോ ഒരുപാടധികം വിയേർഡായിട്ട് തന്നെ സിസ്റ്ററിന്റെ മുമ്പിൽ വെച്ച് ഒരുമാതിരി രീതിയിൽ പെരുമാറുന്നുണ്ട്. സോ അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ 6ന്റെ 32 അവസാനിക്കുകയാണ്. സോ ഓരോ ദിവസം കഴിഞ്ഞ് വരാൻ നേരത്തും നിങ്ങളുടെ ബ്ലീച്ചിന്റെ സപ്പോർട്ടൊക്കെ വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് ഈ എപ്പിസോഡ് ഉൾപ്പെടെ ഫില്ലേഴ്സ് ആണ്. സോ മെയിൻ പ്ലോട്ടിലോട്ട് നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ. കുറച്ച് എപ്പിസോഡ്സും കൂടെ ഉണ്ട് ഫില്ലേഴ്സ്, കുറച്ചല്ല അത്യാവശ്യം നല്ലപോലെ എപ്പിസോഡ്സ് ഉണ്ട് ഫില്ലേഴ്സ്. സോ അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇത് മറ്റ് ഫില്ലേഴ്സിനെ പോലെയല്ല, ഇതൊക്കെ കുറച്ച് കൊള്ളാവുന്ന ഫില്ലേഴ്സ് ആണ്. എനിക്കിത് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റ് ഫില്ലേഴ്സ് ഒന്നും എനിക്ക് ഒരു എപ്പിസോഡ് പോലും കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ വൃത്തികെട്ട ഫില്ലേഴ്സ് ആയിരുന്നു. എനിക്കാണെങ്കിലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. പിന്നെ സപ്പോർട്ട് കാര്യം ഓരോ എപ്പിസോഡ് കാര്യം അതായത് ബ്ലീച്ചിൻ്റെ സപ്പോർട്ട് ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. സോ ഇങ്ങനെ നിങ്ങൾ കുറച്ച് എനിക്ക് ബ്ലീച്ച് പകുതി വെച്ച് നിർത്തേണ്ടി വരും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ പറഞ്ഞതാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്തേക്ക്. ബൈ.